പ്രിയരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്നെ മറന്നോ? പ്രശ്നങ്ങൾ വരുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ, കണ്ണുനീർ നിൽക്കാതെ ഒഴുകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഒരു വലിയ സത്യമാണ്, ദൈവം ആരെയും പെട്ടെന്ന് കൈവിടുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. ഭഗവദ്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ദൈവിക ഗുണങ്ങളുള്ളവൻ അവന്റെ പ്രിയപുത്രനാണെന്ന്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ശുദ്ധഹൃദയന്മാർ ഭാഗ്യവാന്മാർ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവം നോക്കുന്നത് രൂപമല്ല, പദവിയല്ല, സമ്പത്തല്ല, ഹൃദയമാണ്. ഇന്ന് നമുക്ക് നോക്കാം, ഈ സ്വഭാവമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടാത്തത് എന്തുകൊണ്ട്? നമുക്കും ആ ഗുണങ്ങൾ സ്വീകരിക്കാനാകുമോ? ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കുക. ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കും. വിനയമുള്ള ഹൃദയം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മനുഷ്യൻ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അഭിമാനം മനസ്സിലേക്ക് കയറുന്നു. പക്ഷേ യഥാർത്ഥ മഹത്വം വിനയത്തിലാണ്. ദൈവിക ഗുണങ്ങളുടെ ആദ്യ പാഠം തന്നെ അമാനിത്വം എന്നാണ് പറയുന്നത്. ഞാനൊന്നുമല്ല, എല്ലാം നീയാണ് എന്ന് ചിന്തിക്കുന്ന ഹൃദയം ദൈവാനുഗ്രഹം ആകർഷിക്കും. വിനയമുള്ളവൻ സ്വയം വലിയവനായി കാണുകയില്ല, ദൈവത്തിന്റെ കരങ്ങളിൽ ചെറുതായി നിൽക്കാനിഷ്ടപ്പെടും. വിനയം ജീവിതം ഉയർത്തും. ലോകത്തിൽ വലിയവരായ പലരും വിനയത്തിലൂടെയാണ് മഹത്വം നേടിയിരിക്കുന്നത്. വിനയത്തിലും സത്യനിഷ്ഠയിലുമായിരുന്നു. വിനയമുള്ളവൻ വിമർശനം കേൾക്കും, തെറ്റ് സമ്മതിക്കും, തിരുത്താൻ ശ്രമിക്കും. ദൈവം അത്തരത്തിലുള്ള ഹൃദയങ്ങളെ ശിക്ഷിക്കാനല്ല, ശുശ്രൂഷിക്കാനാണ് അടുത്തുവരുന്നത്. ഒരാൾ വീണാലും വിനയമുണ്ടെങ്കിൽ ദൈവം അവനെ വീണ്ടും ഉയർത്തും. വിനയത്തിന് ദൈവത്തിന്റെ സംരക്ഷണം. വൃക്ഷം പഴം കായ്ക്കുമ്പോൾ താഴേക്ക് വളയും, അതുപോലെ അനുഗ്രഹം ലഭിക്കുന്നവർ വിനയത്തിലേക്ക് വളയും. അഭിമാനം ദൈവത്തിൽ നിന്ന് അകറ്റും, വിനയം ദൈവത്തോട് ചേർക്കും. വിനയമുള്ളവൻ പ്രശ്നങ്ങളിൽ പോലും സമാധാനം കണ്ടെത്തും. കാരണം അവൻ തനിക്കല്ല, ദൈവത്തോടാശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വിനയമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടാത്തത്. മനുഷ്യർ പുറംഭംഗി കാണും, ദൈവം ഹൃദയം കാണും. വായിൽ പ്രാർത്ഥനയും ഹൃദയത്തിൽ കപടതയുമുള്ളവനെ ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുകയില്ല. ശുദ്ധഹൃദയന്മാർ ഭാഗ്യവാന്മാർ. ഹൃദയം ശുദ്ധമാണെങ്കിൽ പ്രാർത്ഥന സത്യസന്ധമാകും. ദൈവം ആ നിഷ്കളങ്കതയോട് ചേർന്ന് നിൽക്കും. ശുദ്ധഹൃദയമുള്ളവൻ മറ്റൊരാളുടെ ദോഷം ആഗ്രഹിക്കുകയില്ല. അവന്റെ കണ്ണുനീർ പോലും പ്രാർത്ഥനയായി മാറും. ദൈവം അത്തരം ഹൃദയത്തെ പരിരക്ഷിക്കും. ലോകം വിട്ടുപോയാലും ശുദ്ധഹൃദയമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. ശുദ്ധഹൃദയം സമാധാനം നൽകും. കപടതയില്ലാത്ത മനസ്സ് സമാധാനത്തോടെ ഉറങ്ങും. ശുദ്ധഹൃദയമുള്ളവൻ മറ്റൊരാളുടെ ദോഷം ആഗ്രഹിക്കുകയില്ല. അവന്റെ കണ്ണുനീർ പോലും പ്രാർത്ഥനയായി മാറും. ദൈവം അത്തരം ഹൃദയത്തെ പരിരക്ഷിക്കും. ലോകം വിട്ടുപോയാലും ശുദ്ധഹൃദയമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ പലരും ദൈവം എന്നെ വിട്ടുപോയി എന്ന് കരുതുന്നു. പക്ഷേ പരീക്ഷകൾ വിശ്വാസത്തെ തെളിയിക്കാനുള്ളതാണ്. ജോലിയെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദൈവവിശ്വാസം വിട്ടില്ല. അവസാനം ജീവിതം ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് കഷ്ടത ദൈവവിടലല്ല, അത് ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സംശയത്തിൽ ദൈവത്തിന്റെ ഉപദേശം. യുദ്ധഭൂമിയിൽ ഭയത്തിലും സംശയത്തിലുമായിരുന്നു. അപ്പോൾ ദൈവം അവനോട് ഉപദേശം നൽകി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും. എന്നാൽ വിനയവും ശുദ്ധഹൃദയവുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. പരീക്ഷയിൽ ഉറച്ചുനിൽക്കുക. പരീക്ഷണങ്ങളിൽ തളരാതിരിക്കുക. പ്രശ്നങ്ങൾ നമ്മെ തകർക്കാനല്ല, തീർക്കാനാണ് വരുന്നത്. ദൈവം ചിലപ്പോൾ നിശബ്ദനാകും, പക്ഷെ അത് അവൻ അകലെയാണെന്നതിന്റെ അടയാളമല്ല. വിശ്വാസത്തോടെ നിൽക്കുന്നവനെ ദൈവം അവസാനം ഉയർത്തും. ഓരോ ദിവസവും നമുക്ക് ചോദിക്കാം, എന്റെ ഹൃദയം വിനയമുള്ളതോ, ശുദ്ധമാണോ? തെറ്റു ചെയ്താലുടൻ ക്ഷമ ചോദിക്കുക. വിനയം അഭ്യാസത്തിലൂടെ വളരും. പ്രാർത്ഥനയിൽ ദൈവത്തോട് തുറന്ന ഹൃദയത്തോടെ സംസാരിക്കുക. മറ്റുള്ളവരെ മാനിക്കുക. വിനയമുള്ളവൻ മറ്റുള്ളവരെ ചെറുതാക്കുകയില്ല. ശുദ്ധഹൃദയമുള്ളവൻ ദോഷം തിരിച്ചടിക്കുകയില്ല. നമ്മൾ ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം അനുഭവിക്കാം. ജീവിതത്തിൽ നമ്മൾ തേടേണ്ടത് 2 ഗുണങ്ങൾ: വിനയവും ശുദ്ധഹൃദയവും. ധനമില്ലെങ്കിലും ഈ ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷയുണ്ട്. ലോകം നമ്മെ വിട്ടുപോയാലും പ്രശ്നങ്ങൾ ചുറ്റിയാലും ഈ 2 സ്വഭാവമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല.
പ്രിയരെ, ഇന്ന് നാം കണ്ടത് രണ്ട് സത്യങ്ങൾ: വിനയം, ശുദ്ധഹൃദയം. ഇതൊന്നും വലിയ പണം കൊണ്ട് വാങ്ങാനാകില്ല. അത് മനസ്സിൽ വളർത്തേണ്ട ഗുണങ്ങളാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്ന നിമിഷം വന്നാലും ഓർക്കുക, നിങ്ങൾക്ക് ഈ രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. ചിലപ്പോൾ അവൻ മൗനമായിരിക്കും, പക്ഷേ അവൻ അകന്നിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. ഭഗവാനെ, എന്റെ ഹൃദയം വിനയമുള്ളതാക്കണമേ, എന്റെ മനസ്സ് ശുദ്ധമാക്കണമേ. ലോകം വിട്ടുപോയാലും നീ എന്നെ കൈവിടരുതേ. പ്രിയരെ, ഈ രണ്ട് സ്വഭാവമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും, ഇന്നത്തെ സന്ദേശത്തിന്റെ അവസാനം നാം ഒരു ഉറച്ച സത്യത്തിലെത്തുന്നു. ജീവിതം എത്ര തന്നെ മാറിയാലും, മനുഷ്യർ നമ്മെ മനസ്സിലാക്കാതെ പോയാലും, സഹായം പ്രതീക്ഷിച്ചവരിൽ നിന്ന് ലഭിക്കാതെ പോയാലും, ദൈവം ആരെയും പെട്ടെന്ന് ഉപേക്ഷിക്കുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് രണ്ട് ഗുണങ്ങളുള്ളവരെ അവൻ ഒരിക്കലും കൈവിടുകയില്ല: വിനയം കൂടാതെ ശുദ്ധഹൃദയം. വിനയമുള്ളവൻ ദൈവത്തിന്റെ മുൻപിൽ തളരാനറിയുന്നവനാണ്. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നവൻ ദൈവത്തെ ആവശ്യപ്പെടുകയില്ല. പക്ഷേ എനിക്ക് നിനക്കില്ലാതെ കഴിയില്ല എന്ന് സമ്മതിക്കുന്നവൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാകും. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം വിനയത്തിലാണെന്നതാണ്. അഭിമാനം നമ്മെ ഉയർന്നതായി തോന്നിപ്പിക്കാം, പക്ഷെ അത് ഒറ്റപ്പെടുത്തും. വിനയം നമ്മെ ദൈവത്തോടും മനുഷ്യരോടും ബന്ധിപ്പിക്കും. ശുദ്ധഹൃദയം എന്നത് ദൈവസാന്നിധ്യത്തിന്റെ വാതിലാണ്. പുറത്ത് നല്ലതായി തോന്നിച്ചാലും ഉള്ളിൽ കപടതയുണ്ടെങ്കിൽ ആത്മീയ സമാധാനം ലഭിക്കുകയില്ല. ബൈബിളിൽ പറയുന്നത് ശുദ്ധഹൃദയന്മാർ ഭാഗ്യവാന്മാർ എന്നാണ്. ഹൃദയം സത്യസന്ധമാണെങ്കിൽ പ്രാർത്ഥന ശക്തിയാകും. മറ്റുള്ളവർ നമ്മെ തെറ്റായി മനസ്സിലാക്കാം, പക്ഷേ ദൈവം ഒരിക്കലും തെറ്റായി മനസ്സിലാക്കുകയില്ല. ജീവിതത്തിൽ ചിലപ്പോൾ നാം കാത്തിരിക്കും, ഒരുത്തരം, ഒരത്ഭുതം, ഒരു വഴി. കാത്തിരിപ്പ് നീളുമ്പോൾ മനസ്സ് ക്ഷീണിക്കും. പക്ഷേ ഓർക്കുക, ദൈവത്തിന്റെ സമയക്രമം നമ്മുടെ സമയക്രമമല്ല. അവൻ മൗനമായിരിക്കും, പക്ഷേ പ്രവർത്തനം നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധഭൂമിയിലും ദൈവം സമീപത്തുണ്ട്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നാം ലോകത്തെ ജയിക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് ഹൃദയം ശരിയാക്കുക, വിനയം വളർത്തുക, തെറ്റു ചെയ്താൽ സമ്മതിക്കുക, ദോഷം ചെയ്തവരെ ക്ഷമിക്കുക, മനസ്സിൽ കരുണ വളർത്തുക. നാം പൂർണ്ണരല്ല, പക്ഷെ ദൈവം നമ്മെ രൂപപ്പെടുത്തുകയാണ്. പ്രിയരെ, നിങ്ങൾ ഇന്നൊരു തരം വേദനയിലൂടെ കടന്നുപോകുന്നുണ്ടാകാം. നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എന്നെ ആരും കാണുന്നില്ല. പക്ഷെ ദൈവം കാണുന്നു. ഓരോ കണ്ണുനീരും അവൻ എണ്ണുന്നു. ഓരോ പ്രാർത്ഥനയും അവന്റെ സന്നിധിയിൽ കേൾക്കപ്പെടുന്നു. വിനയവും ശുദ്ധഹൃദയവുമുള്ളവനെ അവൻ അവസാന നിമിഷം വരെ സംരക്ഷിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, പ്രതീക്ഷ കൈവിടേണ്ട. ലോകം കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല. ഈ രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വളരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും.